മന്ത്രി എൻ ഷംസുദ്ദീന്റെ ഓഫീസിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം. SIO മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KK അഷ്റഫിനാണ് ഓഫീസ് അറ്റൻഡന്റായി നിയമനം നൽകിയത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് യൂത്ത് ലീഗ് MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശാന്തകുമാർ, എന്തായാലും ഇതിൽ വലിയ തരത്തിലുള്ള വിമർശനം യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനിടയിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം നൽകിയിരിക്കുകയാണ്. എന്താണ് മന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? സ്വാതി, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് KK അഷ്റഫ്. അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ സജീവ പ്രവർത്തനമാണ്. നേരത്തെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സജീവമായി വെൽഫെയർ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത്. നേരത്തെ സ്വാതി പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് വലിയ വിമർശനം ഉയർന്നുവരെ ഈ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർത്തി വരുന്നത് മുഴുവൻ സമയവും യൂത്ത് ലീഗായിരുന്നു. യൂത്ത് ലീഗും MSF പ്രവർത്തകരായിരുന്നു. മലപ്പുറം മണ്ഡലം കമ്മിറ്റി തന്നെ പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫിൽ യൂത്ത് ലീഗ് അംഗങ്ങൾക്കും లేదా MSF പ്രവർത്തകർക്കും യാതൊരു പ്രാതിനിധ്യവും നൽകുന്നില്ല. അതിനെ ഒരു പരിഗണന നൽകുന്നില്ല. കഴിഞ്ഞ 10 വർഷം റോഡിൽ അടികൊണ്ടും അതുപോലെ തന്നെ സമരങ്ങളിൽ പങ്കാളിയായും വലിയ നേതൃത്വപരമായ പദവി വഹിച്ചവർക്കും പ്രവർത്തകരെയും പാടെ അവഗണിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നു. അത്തരം ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു നേതാവിനെ തന്നെ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വലിയ തോതിൽ അതിൽ മുസ്ലിം ലീഗ് തന്നെ അതിനകത്ത് ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ തന്നെ അറിവോടുകൂടി ഇപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ കൂടി മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യൂത്ത് ലീഗിലും MSFലും കൂടുതൽ പ്രതിഷേധങ്ങൾക്കും കൂടുതൽ വിമർശനങ്ങൾക്കും എല്ലാം വഴിവെക്കുന്ന യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കാൻ തന്നെയാണ് സാധ്യത. സ്വാതി. ശരി ശാന്തകുമാർ.